നിങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തെ വലിയ വീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കൊട്ടാരം, വലിയ മതിൽ, ആഡംബരപൂർവമായ വലിയ വലിയ വീടുകൾ. എന്നാൽ ആ വീടകങ്ങളിൽ കഴിഞ്ഞുകൂടുന്നതോ പ്രായം കൊണ്ട്, വാർദ്ധക്യം കൊണ്ട് അവശത നേരിടുന്ന ഏകാന്തരായ രണ്ട് ശരീരങ്ങൾ. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളർന്നു വരുന്ന ഒരു ജീവിത ചുറ്റുപാട് ഇങ്ങനെയാണ്. മകനും മരുമകളും നല്ല വേതനത്തോടു കൂടി സുന്ദര ജീവിതം നയിക്കുന്നു. വീട്ടിൽ മരണപ്പെട്ട് ദിവസങ്ങളായി ദുർഗന്ധം വമിച്ച് കൂട്ടുകാരോ നാട്ടുകാരോ അയൽക്കാരോ അറിയാതെ മരണപ്പെട്ട് കിടക്കുന്ന രണ്ട് രക്ഷിതാക്കൾ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ ആയിരുന്നു. മകൻ വിദേശത്ത് സെറ്റിലായ മകനും മരുമകളുമൊത്ത് സുഖജീവിതം നയിക്കുന്ന വീട്ടിൽ തനിച്ചായി പോയൊരു രക്ഷിതാവ് താനെന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വീട്ടിൽ പത്രവുമായി വരുന്ന പത്രക്കാരനോട് ആവശ്യപ്പെടുന്ന താൻ എന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് പത്രം വീട്ടിൽ വിക്ഷേപിച്ച് തിരിച്ചു പോകാവൂ എന്ന് പത്രക്കാരനോട് ആവശ്യപ്പെടുന്ന ഒരു രക്ഷിതാവിൻ്റെ കഥ, അതല്ലെങ്കിൽ ഒരു കുറിപ്പ് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒന്നാണ്. 2 ദിവസം മുമ്പ് കേരള സർക്കാർ പുറത്തുവിട്ട ബജറ്റിൽ 22 കോടിയോളം രൂപ കേരള സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് മക്കൾ പ്രവാസത്ത് കുടുംബമൊത്ത് ജീവിക്കുന്നത് കാരണം വീട്ടിൽ തനിച്ചായി പോയ രക്ഷിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളം മാറ്റിവെച്ച ബജറ്റാണ് 21 കോടിയോളം രൂപ എന്ന് പറയുന്നത്. അടുത്ത കാലത്തായി കേരളത്തിലെ ഒരു പ്രസിദ്ധീകരണം കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വാർദ്ധക്യം ബാധിച്ചവരുടെ പരിചരണം ഒരു രാഷ്ട്രീയ പ്രശ്നമായി നമ്മൾ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസിദ്ധീകരണം ആവശ്യപ്പെടുന്നുണ്ട്, ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലെല്ലാം വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു ജീവിത സംസ്കാരമാണ് നമ്മൾ വിദേശത്ത് സെറ്റിലാവുക എന്നുള്ളത്. നല്ല അടുത്ത കാലത്തായി പൊടുന്നനെ നമ്മളിൽ വർദ്ധിച്ചു വരുന്നൊരു സംസ്കാരമാണ് വിദേശങ്ങളിൽ ഭാര്യമാരുമൊത്ത് മക്കളുമൊത്ത്, ഭാര്യയ്ക്കും ഭർത്താവിനും തൊഴിലുണ്ടാകും, നല്ല ശമ്പളം ഉണ്ടാകും, അങ്ങനെ അവരൊന്നിച്ച് മക്കളുമൊത്ത് സുഖജീവിതം നയിക്കുമ്പോൾ വിദേശത്ത് നാടുകളിൽ തനിച്ചായി പോകുന്ന നമ്മുടെ രക്ഷിതാക്കളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വിദേശത്ത് സുഖജീവിതം നയിക്കുമ്പോഴും വാർദ്ധക്യ സമയത്ത്, രോഗം പിടിപെടുന്ന സമയത്ത്, തങ്ങൾക്ക് അത്താണി ഉണ്ടാകേണ്ട സമയത്ത്, തങ്ങളെ പരിചരിക്കാൻ ഒരാളുണ്ടാകേണ്ട സമയത്ത് പരിചരിക്കാനോ സഹായിക്കാനോ ഒന്ന് അന്വേഷിക്കാനോ ആളില്ലാതെ വലിയ കൊട്ടാരങ്ങളിൽ അതല്ലെങ്കിൽ ചെറിയ കുടിലുകളിൽ തനിച്ചായി പോകുന്ന പാവപ്പെട്ട രക്ഷിതാക്കളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. കേരള സർക്കാരിൻ്റെ ബജറ്റിൽ 21 കോടി രൂപയോളം അതിനുവേണ്ടി മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ വലിയ ചർച്ചയായി ഇത് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ, മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിദേശത്തുള്ള തങ്ങളുടെ മക്കൾ അറിയാതെ കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, ഈ വാർദ്ധക്യ സമയത്ത് തനിച്ചായി പോകുന്ന രക്ഷിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വിദേശത്ത് സെറ്റിലാകുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ രക്ഷിതാക്കൾ വല്ല വിധേനയും ഇത് കാരണമായി പ്രയാസപ്പെടുന്നുണ്ടോ? അവർക്ക് അത്താണിയാവേണ്ട കാലങ്ങളിൽ നമ്മളാൽ ഒറ്റപ്പെടുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? അവരോട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ നമ്മൾ നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സഗൗരവം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദിനേന നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെ രക്ഷിതാക്കൾ ഒറ്റപ്പെടുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് സഹായിക്കാൻ ആളില്ലാതെ, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആളില്ലാതെ പ്രയാസപ്പെടുന്ന ഒട്ടനവധി വീടകങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, തിരുത്തൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുണർത്തുകയാണ്.